വിശ്വാസത്തിലും സഹകരണത്തിലും ഒത്തൊരുമയോടുകൂടി മുന്നോട്ടു പോകുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന ഗ്രാമത്തിൽ കമ്മ്യൂണിസം നിലവിൽ വരികയും അവർ വർഗീയമായി വാദിക്കുകയും അവരുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. പള്ളി നശിപ്പിക്കാനും പള്ളിവക തീരുമാനങ്ങളെ എതിർക്കാനും കുരിശുപള്ളിയുടെ സമീപം ചുവന്ന കൊടി നാട്ടാനും ഇവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതുമാത്രമല്ല, ആ ഗ്രാമത്തിലെ എന്തിനും ഏതിനും മുന്നിൽ നിൽക്കുന്ന കൂലിത്തല്ലുകാരൻ വരെ കമ്മ്യൂണിസ്റ്റുകാരുടെ പക്ഷത്താണ് നിൽക്കുന്നത്. ഈ അവസ്ഥ മുന്നോട്ട് പോയാൽ ക്രിസ്ത്യാനികൾക്ക് ആ നാട്ടിൽ ഒരു വിലയും ഇല്ലാതാകും എന്നതുമാത്രമല്ല, പള്ളി പൊളിച്ചു കളഞ്ഞ് ക്രിസ്ത്യാനികൾ ഒന്നടങ്കം നാടുവിടേണ്ട അവസ്ഥ വരുമെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. ഈയൊരു അവസ്ഥയ്ക്കൊരു പരിഹാരം കാണാൻ പള്ളി വികാരികൾ ഒന്നടങ്കം ആലോചിച്ചു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാനും അവരെ ഉന്മൂലനം ചെയ്യാനും ഒരു പള്ളിച്ചട്ടമ്പി വേണമെന്ന് പള്ളിയിലച്ഛൻ തീരുമാനിക്കുന്നത്. അക്കരെയുള്ള ഗ്രാമത്തിൽ പോയി വളരെ പ്രയാസപ്പെട്ടിവർ പള്ളിച്ചട്ടമ്പിയെ കണ്ടുപിടിക്കുന്നു. ഹിന്ദുവായ കൃഷ്ണൻകുട്ടിയെ പോത്തൻ ക്രിസ്റ്റഫർ എന്ന കള്ളപ്പേരിൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ഒതുക്കിയ ക്രിസ്റ്റഫർ അവിടെയുള്ള ചെറിയ കുട്ടികളെ വരെ ആയോധന കലകൾ അഭ്യസിപ്പിച്ചു. അങ്ങനെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റുകയായിരുന്നു ക്രിസ്റ്റഫർ.